ഹലോ, എല്ലാവർക്കും നമസ്കാരം. 4 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് മലയാളികൾക്കൊരു കൺഫ്യൂഷനാ അല്ലേ? ഇന്ന് ചായയുടെ കൂടെ എന്ത് പലഹാരം കഴിക്കണംന്നോർത്ത്. അല്ലെങ്കില് എന്താണിന്ന് ഒരു പലഹാരത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതെന്നോർത്ത് ചെറിയൊരു കൺഫ്യൂഷനായിരിക്കും. അപ്പം അതിനുള്ളൊരു ചെറിയൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. മസാല ബോണ്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പ്രിപ്പറേഷൻ്റെ സമയത്ത് തന്നെ നോക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്ക്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി താമസിക്കാതെ തുടങ്ങിയാലോ? നമുക്ക് ആദ്യം തന്നെ മസാല ബോണ്ടയ്ക്കുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കാം. ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ. ഇനി വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒരു വിസ്ക് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്കോ സ്പൂണോ വെച്ച് നല്ലതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വെള്ളം ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു കളർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് മാത്രം ഇട്ട് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറുതായിട്ട് അരിഞ്ഞ ഒരു സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിലേക്കൊന്ന് വാടി കിട്ടുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പില മല്ലിയിലോ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഞാൻ അവിടെ കറിവേപ്പില ചേർക്കുന്നുള്ളൂ. മല്ലിയില എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു, അതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചതച്ചിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട്, സവാളയൊക്കെ കരിഞ്ഞു പോകാതെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി മസാലയൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പം അതിലെ ആ ഒരു വെള്ളമയം, അതായത് നമ്മൾ ആ ഒരു ബോളാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് കടലമാവും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്നുകൂടെ ഒന്ന് കട്ടിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ അവിടെ കുറച്ച് ലൂസായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് കടലമാവും കൂടെ ഇട്ട് അത് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്.
ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കാം. നമ്മൾ കടലമാവ് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈവച്ച് ഓരോ ബോളാക്കി എടുക്കാം. അത് ഇതുപോലെ കുറച്ച് എടുത്ത് നമുക്ക് നല്ലതുപോലെ ഒരു ലഡുവിൻ്റെ വെളുപ്പത്തിൽ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം, ഒരു ലഡുവിൻ്റെ വെളുപ്പത്തിൽ. ഇപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ നമുക്ക് കുറേശ്ശെ എടുത്ത് ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ബോളാക്കിയ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ ആ 3 ഉരുളക്കിഴങ്ങ് കൊണ്ട് ഞാൻ ഇത്രയും മസാല ബോണ്ടയ്ക്കുള്ള ഉരുളകൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ വയ്ക്കുന്നത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാറ്റർ എടുത്തിട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഉരുളകൾ ഓരോന്നായിട്ട് അതിലേക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുക, പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ അതിലേക്ക് ശരിക്കും ബാറ്ററിലേക്ക് ശരിക്കും മുക്കിയെടുത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് ആ എണ്ണയിലേക്ക് ചൂടെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് അതിൽ നന്നായിട്ട് മാവ് നന്നായിട്ട് മുക്കിയെടുക്കണം. നന്നായിട്ട് മുക്കിയെടുത്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഞാനിവിടെ ആദ്യം ഒരു 6 പീസ് മസാല ബോണ്ടയാണ് റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാകും. ഇനിയിപ്പോൾ നമുക്ക് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെച്ച് നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാമല്ല. ഇനിയിപ്പോൾ മറ്റേ സൈഡും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കോരി വെച്ച് എടുക്കാവുന്നതാണ്. ഇപ്പം 2 സൈഡും വെന്തിട്ടുണ്ട്. 2 സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കോരി വെച്ച് ഇത് പതുക്കെ കോരിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റിയിടുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ചൂടെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതുമായി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കോരിയെടുത്ത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള മസാല ബോണ്ട ഇവിടെ നമുക്ക്, അതായത് ചായക്കടകളിൽ കിട്ടുന്ന പോലത്തെ മസാല ബോണ്ട നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. നമ്മുടെ മസാല ബോണ്ട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കുറച്ച് മുളകും കൂടെ ചാലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുളകില്ലാതെ ആദ്യം നോക്കാം. സൂപ്പർ. നല്ല ക്രിസ്പിയാണ് പുറത്തൂടെ, അകത്തെ മസാല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട്. പുറത്തെ കോട്ടിങ്ങിനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് മുളക് മുക്കി ഒന്ന് കഴിച്ചു നോക്കാവേ. സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളി. നമുക്ക് ചായ, നല്ല ചൂട് ചായയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം കുറച്ച് എരിവുണ്ട്. മസാല ബോണ്ടയാണല്ലോ, കുറച്ച് എരിവ് വേണമല്ലോ, ഒരുപാടല്ല, അത്യാവശ്യത്തിനുള്ള എരിവ്. ആ ഒരു എരിവുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ഗരം മസാലയുടെ ചെറിയ ടേസ്റ്റും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. എന്നാ പറയുക, ഒന്നും കൂടുതലായിട്ട് തോന്നുന്നില്ല എനിക്ക്. കറക്റ്റാണ് എല്ലാം.
ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നല്ല ചൂട് ചായയൊക്കെ ഉണ്ടെങ്കിൽ 4 മണിക്ക് പൊളിക്കും ഇത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ റെസിപ്പി തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു കുറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. ഓക്കെ, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ്. നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൊണ്ട് ഒന്നാമത്തേക്ക് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പുതിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ.